തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സമാനതകളില്ലാത്ത വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ കേരളത്തിൽ ഭരണമുറപ്പിക്കാനുള്ള നിർണായക നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. മണ്ഡലങ്ങളിലെ വോട്ടുവേട്ടയ്ക്കായി CPM പാർട്ടി ചട്ടങ്ങൾ മാറ്റിയെഴുതുമ്പോൾ കോൺഗ്രസിന്റെ ശ്രദ്ധ പ്രായോഗികമായ നീക്കങ്ങളിലേക്കാണ്. വിവാദങ്ങളും പടലപ്പിണക്കങ്ങളും കോൺഗ്രസിനെ പലപ്പോഴും തളർത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ സീറ്റ് ഉറപ്പിക്കാനുള്ള വഴികൾ അനുരഞ്ജനത്തോടെയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റായ ഇടുക്കി തിരിച്ചുപിടിക്കാനുള്ള നീക്കമാണ് രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇടുക്കിയിൽ ഇക്കുറി കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണമെന്നാണ് കോൺഗ്രസ് തീരുമാനം. ഇത് സംബന്ധിച്ച തയ്യാറെടുപ്പുകൾ നടത്താനും ജില്ലാ നേതൃത്വത്തിന് KPCC കർശന നിർദ്ദേശം നൽകി. പഠിച്ച പണി 18 നോക്കിയിട്ടും ജോസഫ് വിഭാഗം വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കാൻ പ്രയാസമാണെന്നാണ് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. തദ്ദേശീയമായി സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവ് വന്നാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിൽ ഭൂരിഭാഗവും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നീക്കം. സ്വർണ്ണക്കൊള്ളയും അഴിമതി രാഷ്ട്രീയവുമായി അടിമുടി തകർന്നിരിക്കുന്ന LDFന്റെ സഖ്യകക്ഷികളോടും തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളം മുഖം തിരിക്കാൻ തന്നെയാണ് സാധ്യത. റോഷിക്കെതിരെ മണ്ഡലത്തിലെ പ്രമുഖനെ ഇറക്കിയാൽ സീറ്റ് ഉറപ്പിക്കാനായേക്കും. കേരളം ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നില്ലെന്ന് കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിൽ നിന്ന് വ്യക്തമായതാണ്. സീറ്റുകൾ പരസ്പരം വെച്ചുമാറി വിജയിക്കാനുള്ള സാധ്യതകൾക്കായി ചർച്ചകൾ തുടരുമ്പോഴും PJ ജോസഫും കൂട്ടരും കടുത്ത അതൃപ്തിയിലാണ്. ഇടുക്കിയിലെ 4 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാനാണ് നിലവിലെ നീക്കം. പീരുമേട്ടിൽ ജോസഫ് വാഴക്കിനും റോയ് K പൗലോസുമടക്കം 5 പേരുടെ പട്ടികയാണ് നിലവിൽ പരിഗണനയിലുള്ളത്. ഉടുമ്പൻചോലയിൽ ഇബ്രാഹിം കുട്ടി കല്ലാറും ദേവികുളത്ത് A രാജാറാമും പട്ടികയിൽ മുൻപന്തിയിലുണ്ട്. സീറ്റുകൾ വെട്ടിക്കുറച്ചാൽ വഴങ്ങേണ്ടതില്ലെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ പൊതുവികാരം. ഏറ്റുമാനൂർ, ഇടുക്കി, കോതമംഗലം, കുട്ടനാട്, ചങ്ങനാശ്ശേരി എന്നീ സീറ്റുകൾ തിരിച്ചെടുക്കണമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. കേരളത്തിൽ കോൺഗ്രസ് ഭരണം വരണമെങ്കിൽ സീറ്റിന് പിടിവലി നടത്തിയതുകൊണ്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ കെട്ടുറപ്പും ജനങ്ങളിലുള്ള വിശ്വാസവും നിലനിർത്താൻ പ്രായോഗികമായ മാറ്റങ്ങളിലേക്ക് കടന്നേ തീരൂ. ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് കച്ചമുറുക്കുമ്പോൾ കല്ലുകടിയായി മാറാതെ സീറ്റ് വെച്ചുമാറുന്നതാണ് ജോസഫ് വിഭാഗത്തിന് നല്ലത്. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ 1977 മുതൽ 1980 വരെ കേരള കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് ജയിച്ച VT സെബാസ്റ്റിനു ശേഷം 1991 വരെ കോൺഗ്രസാണ് മണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തിയത്. 1991 കേരള കോൺഗ്രസിലെ മാത്യു സ്റ്റീഫൻ ജയമുറപ്പിച്ചു. 2001 മുതൽ ഇക്കാലം വരെയും റോഷി അഗസ്റ്റിൻ തന്നെയാണ് ഇടുക്കി മണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തിയത്. കരുത്തനായ റോഷിയെ തകർക്കാൻ ഇടുക്കിയിൽ ഒരു MLA പോലുമില്ലാത്ത കോൺഗ്രസ് അക്കൗണ്ട് തുറക്കാനിരിക്കെയാണ് PJ ജോസഫ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കോൺഗ്രസിന് വിജയമുറപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാണെങ്കിലും ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് ഒരു തരത്തിലും ശരിയല്ലെന്ന് പറഞ്ഞേ തീരൂ.